നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സിമുലേറ്റർ സോഫ്റ്റ്വെയർ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ഇതിനു മുന്നേ, അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള രണ്ട് സിമുലേറ്റർ സോഫ്റ്റ്വെയർ നമ്മൾ പരിചയപ്പെടുത്തുകയുണ്ടായി. വിർച്വൽ ലാബിന്റെ രണ്ട് സോഫ്റ്റ്വെയറും CNC മില്ലിങ്ങും ലെയ്ത്തും ഉണ്ടായിരുന്നു. സോ അതിന്റെ കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ ഇതൊരു PC-യിൽ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലാപ്ടോപ്പുകളിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമുലേറ്റർ സോഫ്റ്റ്വെയർ ആണ്. സ്വാൻ സോഫ്റ്റ് എന്ന് പറയുന്നൊരു കമ്പനിയുടെയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഒരു പ്രാവ് പറന്നു പോകുന്ന ഒരു സിമ്പലിലാണ് അതിന്റെ ഏകദേശം ഒരു ഐക്കൺ വന്നിരിക്കുന്നത്. ഞാനത് ഓപ്പൺ ചെയ്യാം. ഇവിടെ നിങ്ങൾ ഇങ്ങനെ കാണാം, നമുക്കിവിടെ സ്വാൻ സോഫ്റ്റ് CNC എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ എഴുതി കാണിക്കും. ഇതിൽ ലാംഗ്വേജ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോ ഇംഗ്ലീഷ് തന്നെയാണ് സെലക്ഷൻ കൊടുക്കുന്നത്. പിന്നെ CNC സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾ ഈ ഫനൂക്ക് എന്നായിരിക്കും ആദ്യം കാണും. നമ്മൾ ഏതാണ് റീസെന്റ് ഓപ്പൺ ചെയ്തിരിക്കുന്നത് അത് അവിടെ കാണിക്കും. ഇതിന്റെ താഴേക്ക് നിങ്ങൾക്ക് നോക്കിയാൽ ഒരുപാട് ടൈപ്പ് സീമെൻസ്, അതുപോലെ തന്നെ മിസ്തുബിഷി, ഫാഗർ, ഹാസ്, മോറിസിക്കി, ഡെക്കൽ, അങ്ങനെ കുറേ അധികം സോഫ്റ്റ്വെയർസ്, അതായത് നമ്മുടെ CNC സോഫ്റ്റ്വെയർസ് ഇതിനകത്ത് ഉണ്ടാവും, കൺട്രോൾസ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതൊരു എന്താ പറയാ, CNC പറ്റി കുറച്ച് കൂടുതലായിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മെഷീനിൽ എങ്ങനെ നിങ്ങൾ ചെയ്യാൻ പോകുന്നു അതുമായി ബന്ധപ്പെട്ട് തന്നെയുള്ള അതിലുള്ള എല്ലാം തന്നെ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കി റൺ ചെയ്തതാണ്. ഇവിടെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത് ഫനൂക്കിന്റെ OI എന്ന് പറയുന്ന OI മേറ്റ് എന്നാണ് വരുന്നത്. നമ്മളുടെ കോളേജിലുള്ള CNC കൺട്രോൾ യൂണിറ്റ് കൺട്രോൾ ഇത് തന്നെയാണ്, സെയിം കൺട്രോൾ ആണ്. ഫനൂക്ക് OI മേറ്റ് MC ആണ്. ഞാൻ ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പോകെ നോക്കാം. ഇന്റർഫേസ് കണ്ടല്ലോ, ഇത് ഇങ്ങനെയായിരിക്കും ഇതിന്റെ ഒരു ഇന്റർഫേസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഡിസ്പ്ലേ ബോർഡ് ഉണ്ടാവും, അതുപോലെ സോഫ്റ്റ് കീസ് ഉണ്ടാവും, അതുപോലെ ഇതുപോലെ ഹാർഡ് കീ, പിന്നെ മെഷീൻ ഇവിടെ ഒരു അടുത്തൊരു ബോക്സ് ആയിട്ടായിരിക്കും ഇവർ കൊടുത്തിരിക്കുന്നത്. സോ ഞാൻ ഇതിന്റെ ജസ്റ്റ് ഇതൊന്ന് അറേഞ്ച് ചെയ്യാം. നമുക്കിങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്തത് നമ്മളുടെ ഇഷ്ടത്തിന് ഇത് എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫിക്സ് ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ജസ്റ്റ് ഇവിടെ ഒന്ന് ഏകദേശം ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആക്കി വെച്ചു. ഓക്കെ, നിങ്ങൾ വിചാരിക്കും എന്താണ് സിമുലേറ്റർ സോഫ്റ്റ്വെയറുമായിട്ട് നമ്മളിങ്ങനെ പറയാൻ കാര്യം എന്നുള്ളത്. നിങ്ങൾക്കറിയാം, നമ്മളുടെ കോളേജിൽ CNC മെഷീൻസ് ഉണ്ട്, മില്ലിങ്ങും ലെയ്ത്തും ഉണ്ടെന്ന് നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. സോ ആ മെഷീനിൽ ഇതിപ്പോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. ഒരു പക്ഷേ നിങ്ങൾ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ചിലപ്പം ഈ ഒരു സിമുലേറ്റർ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടായിരിക്കാം നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത്. ചിലപ്പം അതുകൂടാതെ ചിലപ്പം നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങിയ കുട്ടികൾക്കായാലും, അതായത് അവര് സെയിം ഈ ഒരു കൺട്രോളിലാണ് നിങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ട്രെയിനിങ്ങിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഒന്നും കൂടെ റീഫ്രഷ് ചെയ്യാനുള്ള ഒരു അവസരമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിക്കുന്നതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ശരിക്കും ഇത് നമ്മളുടെ മെഷീനിൽ എങ്ങനെയാണോ അതേ കൺട്രോളും കാര്യങ്ങളും തന്നെയാണ്, അതിലെ ഫംഗ്ഷനിങ്ങും കാര്യങ്ങളും. പിന്നെ അതിനകത്ത് ചെറിയ കുറെ കീകളൊക്കെ ഇവിടെ മിസ്സിംഗ് ആണ്. അതൊക്കെ നമ്മളുടെ മെഷീനിൽ തന്നെ കണ്ടു മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. സോ അതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായിരുന്നാലും ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ പഠിച്ചിറങ്ങിയ ഒരാൾക്ക് ഒരു ഇന്റർവ്യൂ ഫേസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് റീഫ്രഷ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സിമുലേറ്റർ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കും ഇനി CNC പഠിക്കാൻ മുന്നോട്ട് വരുന്നവർക്കും ഒക്കെ ആയിട്ട് ഒരു ചെറിയൊരു ബേസിക് ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു സിമുലേറ്ററിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരും, വീഡിയോകളിൽ ഉണ്ടാവും. ഇപ്പൊ ഇതിന്റെ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം. അത് മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ഓരോരോ വീഡിയോസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ജസ്റ്റ് ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമുക്കിവിടെ കൺട്രോളിന്റെ പേര് കൂടെ കൊടുത്തിട്ടുണ്ട്, ഫനൂക്ക് സീരീസ് OI മേറ്റ് M എന്നും പറഞ്ഞിട്ട്. അതാണ് ഇതിന്റെ സീരീസ് വരുന്നത്. പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഡിസ്പ്ലേയിൽ XYZ ആക്സസുകളും, അതുപോലെ ഇതിന്റെ താഴെ സോഫ്റ്റ് കീസ് ഉണ്ടാവും. അതുപോലെ റൈറ്റ് സൈഡിലാണ് ഇതിന്റെ അടുത്ത സോഫ്റ്റ് കീ വരുന്നത്. നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ റൈറ്റ് സൈഡിൽ വരും. പിന്നെ ഈ താഴെ കാണുന്ന ഈ ഒരു പാർട്ടാണ് നിങ്ങൾക്ക് മോഡുകളും അതുപോലെ തന്നെ നോബും എമർജൻസി സ്വിച്ചസും കാര്യങ്ങളൊക്കെ ഇവിടെ ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം ലെഫ്റ്റ് സൈഡിലാണ് ഇതിന്റെ മെഷീൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതിന്റെ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവർ ഇതിന്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മെഷീൻ നമുക്ക് വേണമെങ്കിൽ ഇതല്ലാതെ വേറെ മെഷീൻസ് ഇവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ തന്നെ ടൈപ്പ് വേറെ മെഷീൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് 2-3 ടൈപ്പ് കൊടുത്തിട്ടുണ്ട്. സോ ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പൊ ഈ മെഷീനിനകത്തും കാണാം ഇവിടെ ടറക്റ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മെഷീനിൽ ആംലെസ് ടൈപ്പ് ആണ് നമുക്ക് കോളേജിലുള്ളത്.
ഇത് ആം ടൈപ്പിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിന്റെ ഡോറും കാര്യങ്ങളും അതുപോലെ തന്നെ വൈസ് സെറ്റ് ചെയ്തിരിക്കുന്നതും ആക്സസ് മൂവ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. നമ്മൾ എങ്ങനെയാണോ മെഷീനിൽ ചെയ്യുന്നത് അതേ രീതിക്ക് തന്നെയാണ് ഇതിന്റെ സിമുലേഷൻ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഞാൻ പിന്നെയും പിന്നെയും പറയുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെഷീനിൽ പ്രാക്ടിക്കൽ ചെയ്ത് ആൾക്ക് ഇത് കുറച്ചും കൂടെ യൂസ്ഫുൾ ആവും എന്നുള്ളതിന് ഉറപ്പാണ്. അതല്ലാതെ നിങ്ങൾ ഡയറക്ട്ലി ഇതിൽ ചെയ്തിട്ട് നിങ്ങൾ മെഷീനിൽ ചെന്ന് ചെയ്യാമെന്നുള്ളൊരു ഇതിൽ ഇത് പഠിക്കാൻ നിങ്ങൾ നിൽക്കണ്ട. കാരണം അത് എത്രത്തോളം എഫക്റ്റീവ് ആവുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും. കാരണം മെഷീനിൽ നമ്മൾ ലൈവായിട്ട് ചെയ്യുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒരു കാരണവശാലും ഒരു സിമുലേറ്ററൊന്നും തരാൻ സാധിക്കില്ല. സോ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ മെഷീനിൽ പ്രാക്ടിക്കൽ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ ഇപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, ഇതിന്റെ ജസ്റ്റ് ഡോറൊക്കെ ഓപ്പൺ ആണ്. അതൊക്കെ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇതിന്റെ ഇന്റർഫേസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഈ മേളിൽ കാണിച്ചിരിക്കുന്ന ഓരോന്നും ഇതിന്റെ മെയിൻ മെനു ആയിട്ട് കൊടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഡിസ്പ്ലേക്കകത്ത് ഈ ഇവിടെ മെഷീൻ വ്യൂസും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് വ്യൂ, ടോപ്പ് വ്യൂ, അങ്ങനെ റീസെറ്റ് വ്യൂ, ഓക്കെ, ഫുൾ സ്ക്രീൻ, നിങ്ങൾക്ക് ഫുൾ സ്ക്രീനിൽ കാണാൻ സാധിക്കും. അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ഇത് ഞാനിപ്പോൾ ഹൈഡ് ചെയ്യാൻ മെഷീന്റെ ഇൻഫർമേഷൻ, സ്പിൻഡിൽ സ്റ്റാറ്റസ്, ടൂള്, റിലേറ്റീവ് വാല്യൂ, അതുപോലെ തന്നെ ജി കോഡ്, എം കോഡുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ബേസിക് പ്രോഗ്രാമിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും. ഞാനിതെല്ലാം ഒന്ന് മിനിമൈസ് ചെയ്യാണ്. ഇപ്പൊ മെഷീൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി. ഇതെല്ലാം സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്ത മൗസിന്റെ സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്താണ് നമ്മളിത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ ഇത് പാൻ ചെയ്യാനുള്ള ഓപ്ഷനും സൂം ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ ജസ്റ്റ് ഈ മെഷീൻ ഒന്ന് ഓൺ ആക്കാൻ പോവാണ്. ഇപ്പൊ നമ്മൾ മെഷീനിൽ പവർ സപ്ലൈ വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് നിങ്ങൾ ഇതിനെ കൺസിഡർ ചെയ്യുക. പവർ വന്നു, മെഷീൻ ഓൺ ആയി. പക്ഷെ ഇതിന്റെ അലാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ മിന്നിക്കൊണ്ടിരിക്കുകയാണ്. കേട്ടോ, അലാം ഇവിടെ എമർജൻസി അലാം എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ എമർജൻസി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഈ ഒരു വീഡിയോ ചെയ്ത മെഷീൻ എങ്ങനെ ഓൺ ചെയ്ത് ഫസ്റ്റ് സെറ്റപ്പ് എന്നുള്ളത് റീസെന്റ് നമ്മൾ ചെയ്ത് അങ്ങ് നിർത്തിയതേ ഉള്ളൂ. ആ വീഡിയോ കിടപ്പുണ്ട്. അത് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതും കൂടെ ജസ്റ്റ് കണ്ടു നോക്കുക. അതിനുശേഷം ഈ സിമുലേറ്ററും കൂടെ വെച്ച് നിങ്ങൾ മാച്ച് ചെയ്ത് നോക്കുക. അപ്പൊ എത്രത്തോളം കറക്റ്റ് ആയിട്ടാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമ്മളുടെ മെയിൻ സിമുലേറ്ററുമായിട്ട്, അതായത് നമ്മളെ മെഷീനിലിരിക്കുന്ന കൺട്രോളുമായിട്ട് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എന്നാലും കോമ്പൻസേറ്റ് ചെയ്ത് നിൽക്കാൻ പാകത്തിനാണ് ഇവർ ഈ സിമുലേറ്റർ ചെയ്തിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഞാനിവിടെ ഫസ്റ്റ് നമ്മളൊരു മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഷീന്റെ എമർജൻസി റിലീസ് ചെയ്യാന്നുള്ളതാണ്. സാധാരണഗതിയിൽ നമ്മളിത് റൈറ്റിലേക്കോ അല്ലെങ്കിൽ ലെഫ്റ്റിലേക്കോ റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കിത് റിലീസ് ആയി കിട്ടുന്നത്. ഞാനിവിടെ ഇപ്പൊ അത് ക്ലിക്ക് ചെയ്തപ്പോൾ റിലീസായി. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മളിത് റെഫറൻസ് ചെയ്യാന്നുള്ളതാണ്. ഇത് ഓൾറെഡി ഇപ്പൊ റെഫറൻസ് ആയി കിടക്കാണ്. ഞാനിപ്പോ ഇത് ക്ലോസ് ചെയ്തിട്ട് ആദ്യം തന്നെ നമ്മൾ റെഫറൻസ് ചെയ്തതാണ്. ഇനി എന്തായാലും ഇപ്പൊ ഇവിടെ റെഫറൻസിൽ ഞാൻ ജസ്റ്റ് പ്രസ് ചെയ്ത സമയത്ത് നിങ്ങൾ നോക്കിയാൽ ഇവിടെ 3 ആക്സസുകളും ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ഓൾറെഡി റെഫറൻസിൽ നിന്നും മെഷീൻ സീറോയിൽ നിന്നും മൂവ് ചെയ്താണ് നിൽക്കുന്നത്, റെഫറൻസ് പോയിന്റിലല്ല. റെഫറൻസ് പോയിന്റ് എന്ന് പറയുന്നത് മെഷീന്റെ 0 പോയിന്റ്സ് ആണ്. മെഷീൻ 0 പോയിന്റ്സിലല്ല ഇപ്പൊ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇത് 3ഉം ബ്ലിങ്ക് ചെയ്യുന്നത്. ഇതേ സെയിം സംഭവം തന്നെയായിരിക്കും മെഷീനിൽ, നമ്മൾ ലൈവ് മെഷീനിലും നമ്മൾ ഈ റെഫറൻസ് മോഡിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻഡിക്കേഷൻസ് കാണിക്കുക. നമുക്കിവിടെ ഓൾ എന്ന് പറഞ്ഞൊരു സംഭവം ഡിസ്പ്ലേയിൽ കാണാൻ സാധിക്കും. ഫസ്റ്റ് കാണുന്ന അബ്സല്യൂട്ട്, റിലേറ്റീവ്, അതുപോലെ തന്നെ ഓൾ ഉണ്ട്. ജസ്റ്റ് ഓൾ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം മെഷീൻ വാല്യൂ എന്ന് പറഞ്ഞിവിടെ കാണിക്കും. ഈ മെഷീൻ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പൊ നിലവിൽ ആക്സസുകൾ മൂവ് ചെയ്തിരിക്കുന്ന ഡിസ്റ്റൻസ്, സീറോയിൽ നിന്നുള്ള മെഷീൻ വാല്യൂ ഡിസ്റ്റൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇത് സീറോയിൽ ആകുന്ന സമയത്താണ് മെഷീൻ റഫറൻസ് പൊസിഷനിൽ എത്തി എന്ന് നമുക്ക്, അല്ലെങ്കിൽ മെഷീൻ സീറോയിൽ എത്തി എന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത്. ഞാനിപ്പോ ഇത് സീറോയിലേക്ക് മൂവ് ചെയ്യിക്കാൻ പോവാണ്. ജസ്റ്റ് റഫറൻസ് മോഡ് പ്രസ് ചെയ്തു. ഫസ്റ്റ് ഞാൻ ഇസഡ് ആക്സിസിനെ മൂവ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ റെഫറൻസ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ ഇസഡ് പ്രസ് ചെയ്താൽ മെഷീൻ ഓട്ടോമാറ്റിക്കലി സീറോയിലേക്ക് പോകും. ഈ സിമുലേറ്ററിൽ നമ്മൾ ജസ്റ്റ് ഇസഡ് പ്രസ് ചെയ്താൽ മാത്രം പോരാ, ഡയറക്ഷനും കൂടെ നമ്മൾ കാണിച്ചു കൊടുക്കണം. മെഷീൻ സീറോയിലേക്ക് പോകാനായിട്ട് നോർമലി പ്ലസ് ഡയറക്ഷൻ കൊടുക്കുമ്പോൾ അത് മെഷീൻ സീറോയിലേക്ക് പോകും. അതുപോലെ തന്നെ 3 ആക്സിസുകളും അങ്ങനെ തന്നെയാണ്. നമ്മൾ പ്ലസ് ഡയറക്ഷൻ കാണിച്ചു കൊടുക്കുക, മെഷീൻ സീറോയിലെത്തി, മെഷീൻ സീറോയിലെത്തി. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടുത്തെ അലാംസ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മെഷീൻ ഓൺ ആക്കുന്ന സമയത്ത് വരുന്ന അലാം. 2 കാര്യങ്ങളാണ് വരുന്നത്, എമർജൻസിയും അതുപോലെ തന്നെ റഫറൻസിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള ആക്സിസ് നോട്ട് റഫറൻസ് എന്ന് പറയുന്ന ഒരു അലാമുമാണ് വരാൻ സാധ്യത. അത് രണ്ടും ഇപ്പം സോൾവ് ആയി. ഇവിടെ ഇൻഡിക്കേഷൻസ് ഒന്നുമില്ല. നമ്മൾ ഇനി മെഷീൻ റണ്ണിങ് കണ്ടീഷനിലാണ്. ഓക്കെ,
ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇവിടെ ഈ ഡിസ്പ്ലേക്കകത്ത് നമ്മൾ മൊബൈലിലൊക്കെ ഹോം പേജിലേക്ക് വരില്ലേ, ഹോം പൊസിഷനിലേക്ക് വരില്ലേ, അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിച്ച് ആണ് പൊസിഷൻ എന്ന് പറയുന്നത്. പൊസിഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്സസുകളിലേക്ക് വരും. ആക്സസുകൾ കാണുന്നത് ഏത് ഡിസ്പ്ലേയിലാണോ അതാണ് നമ്മളുടെ ഹോം പൊസിഷൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇവിടെ നമുക്ക് ഇനി ജസ്റ്റ് ഇതൊന്ന് പരിചയപ്പെട്ട് അങ്ങ് പോവാം. ഇവിടെ ഫീഡിന്റെ നോബ് ഉണ്ട്. ഇത് നമുക്കിങ്ങനെ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. ഫീഡ് എന്ന് പറയുന്നത് നമുക്കറിയാം ആക്സിസിന്റെ മൂവ്മെന്റ് ആണ് ഇവിടെ ഫീഡിലൂടെ നമ്മൾ മീൻ ചെയ്യുന്നത്. ഇത് സ്പിൻഡിലിന്റെ RPM ആണ്. 120 വരെ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇവിടെ അതുപോലെ തന്നെയാണ് 120 വരെ ഇൻക്രീസ് ചെയ്യാം. പിന്നെ ഇവിടെ ഉള്ളത് നമുക്ക് എഡിറ്റ് ലോക്ക് എന്ന് പറയും. എഡിറ്റ് ലോക്ക് എന്ന് പറഞ്ഞാൽ മെഷീനിലെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യൂസ് ചേഞ്ച് ചെയ്യാനായിട്ട് ആർക്കെങ്കിലും തോന്നിയാൽ അത് നമ്മളുടെ പ്രോഗ്രാമിനെയോ അല്ലെങ്കിൽ ആ വാല്യൂസിനെയോ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കണമെങ്കിൽ നമ്മൾ ഇത് ലോക്ക് ആക്കി ഇട്ടിട്ട് കീ ഉണ്ട് ഇവിടെ. ഈ കീ നമ്മൾ ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇതിനെ ആർക്കും ഒന്നും ഡിസ്റ്റർബ് ചെയ്യാൻ സാധിക്കില്ല. അതാണ് എഡിറ്റ് ലോക്ക് കൊണ്ട് മീൻ ചെയ്യുന്നത്. എഡിറ്റ് ലോക്ക് ആയി കിടക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും ഇൻപുട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എഴുതി കാണിക്കും എഡിറ്റ് ലോക്ക് പ്രൊട്ടക്ട് അല്ലെങ്കിൽ എഡിറ്റ് പ്രൊട്ടക്ട് എന്ന് എഴുതി കാണിക്കും. സോ ഇപ്പൊ നമ്മൾ ഈ നിലവിൽ ഈ മെഷീൻ ഇപ്പം റണ്ണിങ് കണ്ടീഷനിലാണ്. ഇനി ഇതിന്റെ ഓരോ ഫംഗ്ഷനും കാര്യങ്ങളും നമ്മൾ വരും വീഡിയോകളിൽ ചെയ്യുന്നതായിരിക്കും. കൂടുതലായിട്ട് ഞാൻ ഇനി ഈ പറഞ്ഞങ്ങനെ വലിച്ചു കൊണ്ടുപോകില്ല. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, മെഷീൻ ലൈവ് പ്രാക്ടിക്കലി കിട്ടുന്ന അത്രയും ഒന്നും ആവില്ല. ഒരു സിമുലേറ്റർ വെച്ച് നിങ്ങൾ പഠിച്ച് മെഷീനിൽ പോയി ചെയ്യുമ്പോൾ അത് മെഷീനിൽ തന്നെ പ്രാക്ടിക്കൽ നിങ്ങൾ എടുത്തേ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ടെൻഷൻ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് മാക്സിമം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ മെഷീൻസ് ഉള്ളത് നോക്കി പോയി ട്രെയിനിങ് എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ കോളേജിൽ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് CNCയുടെ ട്രെയിനിങ് ഉള്ള കാര്യം അറിയാം. അപ്പം നിങ്ങൾ ആരെങ്കിലും CNCയുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, എന്നെ ഡയറക്റ്റ് വിളിക്കാം. അതുപോലെ തന്നെ കോളേജിലേക്ക് വരാം, ഞാൻ അവിടെ ഉണ്ടാവും. സോ കോളേജിന്റെ പേര് ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഡോൺ ബോസ്കോ ITI ആണ്. നമ്മൾ ഡോൺ ബോസ്കോ ടെക്നിക്കൽ പ്രൈവറ്റ് ITI എന്ന് പറയും. ഇപ്പോൾ കൂടുതലായും നമ്മളുടെ ഡിപ്ലോമ ചെയ്തുകൊണ്ടിരിക്കുന്ന മെക്കാനിക്കൽ സ്റ്റുഡൻസ്, അതുപോലെ തന്നെ BTech കഴിഞ്ഞവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വട്ടം ഡോൺ ബോസ്കോയിലേക്ക് ഒന്ന് വരിക. ജസ്റ്റ് ഒന്ന് അവിടെ വന്നിട്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും അഡ്മിഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ജസ്റ്റ് അവിടെ വരെ വരിക, ഞാൻ അവിടെ ഉണ്ടാവും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം, നിങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ അതനുസരിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിൽ മില്ലിങ് മാത്രമല്ല ലെയ്ത്ത് ഒക്കെ ഉണ്ട്. നമ്മൾ അതെല്ലാം പോകെ ചെയ്യാം. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ട് വേണം. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ഇന്നത്തേക്ക് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്.